യെസ്, അപ്പൊ ദാ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങ് എത്തിയില്ലേ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ഫെസ്റ്റിവൽ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ആ ഒരു പിക്ചർ കുറച്ചുകൂടി എന്താണ് ഒന്ന് കളർഫുൾ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമ്മളിത് ചോദിക്കും, ഇതൊരു ഫെസ്റ്റിവൽ പിക്ചർ എങ്ങനെയാ നമ്മൾ ഇത് ഒന്ന് ഗുമ്മാക്കി നമ്മൾ എഴുതാം, ഒന്ന് അടിപൊളിയാക്കി നമ്മൾ എഴുതാം. ഒന്ന് നോക്കിയാലോ നമുക്ക്, ഒന്ന് നോക്ക്. മിസ് എന്റെ ഫസ്റ്റ് എഴുതി പോയിന്റ്സ് ആയിട്ട് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പോയിന്റ്സ് ആയിട്ടാണ് മിസ് ഇവിടെ കൊടുത്തത് അല്ലേ. നമ്മൾ ഓരോ പോയിന്റ് ആയിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്ക്, ദിസ് പിക്ചർ ക്യാപ്ചേഴ്സ് അല്ലെങ്കിൽ ഷോസ് അല്ലേ. മിസ് നിങ്ങളുടെ എളുപ്പത്തിന് നിങ്ങൾക്ക് ഏതാണോ ഓർത്ത് വെക്കാൻ എളുപ്പം ആ വാക്ക് ഉപയോഗിക്കാം. ഈ പിക്ചർ ക്യാപ്ചേഴ്സ് എന്ന് പറഞ്ഞാലും ഷോസ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആ. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഓർക്കാൻ എളുപ്പം എന്ന് നിങ്ങൾ നോക്കുക. ദിസ് പിക്ചർ ക്യാപ്ചേഴ്സ് അല്ലെങ്കിൽ ഷോസ് ദി കളർഫുൾ മൊമെന്റ്സ് ഓഫ് എ ഫെസ്റ്റിവൽ. ഈ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്, ഒരു ഫെസ്റ്റിവൽ സമയത്ത് അല്ലെങ്കിൽ ഒരു ഉത്സവ സമയത്ത് അല്ലെങ്കിൽ ഒരു ഉത്സവമുറ്റത്തുള്ള ഭംഗിയുള്ള കാഴ്ചകൾ അല്ലെ. നമുക്കറിയാം ഭയങ്കര കളർഫുൾ ആയിരിക്കും അല്ലെ. ഒരുപാട് ആളുകൾ വേറെ, നമ്മുടെ എന്താണ് എലിഫന്റ് വേറെ, നമ്മുടെ എന്താ പറയുക ഇതേപോലുള്ള കച്ചവടക്കാർ വേറെ, ഇതേപോലെ നമ്മുടെ റൈഡ് കാര്യങ്ങളൊക്കെ വേറെ. അപ്പൊ ഭയങ്കര കളർഫുൾ ആയിരിക്കും നമ്മുടെ ഒരു ഉത്സവ പറമ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഉത്സവ പറമ്പ് തന്നെയാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി നോക്ക്, we can see, നമ്മൾ അതിൽ എന്തൊക്കെ കാണുന്നുണ്ട്, we can see a rider. നമുക്കിവിടെ റൈഡർ കാണുന്നുണ്ട്. എവിടെയാ റൈഡർ? a man is sitting top of an elephant. a rider is here and he is sitting. എവിടെയാ ഇരിക്കുന്നത് അദ്ദേഹം? ആ ആള് എവിടെയാ ഇരിക്കുന്നത്? top of an elephant, ഒരു ആനയുടെ മേലെ. നോക്ക്, a young girl. അടുത്തത് നമ്മൾ പറയുന്നത് ആരെ കുറിച്ചാ? a young girl. അവിടെ പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അല്ലേ. എവിടെയാ ഇരിക്കുന്നത്? sits behind him. നമ്മുടെ എലിഫന്റിന്റെ മേലെ ഇരിക്കുന്ന റൈഡർ ബാക്കിൽ ആരിയ്ക്കുന്നുണ്ടടാ? യെസ്, ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. a girl is sitting behind him. അവൾ അവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ലുക്കിംഗ് ഡിലൈറ്റഡ് അല്ലെങ്കിൽ ഹാപ്പി. നിങ്ങൾക്ക് ഇവിടെ ഏത് വാക്കാണ് ഓർത്തു വെക്കാൻ എളുപ്പം എന്ന് നിങ്ങൾ നോക്കുക. ആ വാക്ക് ഓർത്തു വെക്കുക. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാലും ഹാപ്പി എന്നാണ്, സന്തോഷം എന്നാണ്. അപ്പോൾ രണ്ടും സെയിം വാക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഈസി ഏതാണോ എക്സാമിന് ഓർത്തു വെക്കാൻ അത് നമുക്ക് ഇവിടെ ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ എന്താണ്, എലിഫന്റിന്റെ മേലെ ദേ റൈഡർ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ബാക്കിൽ ഒരു ഗേൾ ഇരിക്കുന്നുണ്ട്. ആ ഗേളിനെ നമ്മൾ നോക്കുമ്പോൾ ഷീ ലുക്സ് വെരി ഹാപ്പി. അവൾ നല്ല സന്തോഷമുണ്ട്. ഓക്കെ, ഷീ ലുക്സ് വെരി ഹാപ്പി. അവൾ എന്തൊരു സന്തോഷമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് നോക്ക് നിങ്ങൾ, the elephant wears a yellow headpiece. അടുത്ത നമ്മൾ പറഞ്ഞ എന്താണെന്നറിയോ? the elephant wears അല്ലേ. അവിടെ നമ്മൾ കാണുന്നുണ്ട് അതേ നമ്മുടെ എലിഫന്റ് എന്തുണ്ട്, നല്ല നെറ്റിപ്പട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് പറയാണ്? the elephant wears എന്ന് പറഞ്ഞാൽ എന്താ? wear എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ധരിക്കുക. അപ്പൊ the elephant wears a yellow പറഞ്ഞാൽ എന്താ? മഞ്ഞ നിറത്തിലുള്ള. head piece എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? നെറ്റിപ്പട്ടം. അപ്പൊ നമ്മുടെ എലിഫന്റ് എന്തിട്ടിട്ടുണ്ട്? നല്ല യെല്ലോ നിറത്തിലുള്ള നല്ല നെറ്റിപ്പട്ടം ചാർത്തി നിൽക്കുന്ന നമ്മുടെ ആരാ കാണുന്നത്? ആനക്കുട്ടനെയാണ് കാണുന്നത് അല്ലേ. യെസ്, അപ്പൊ ഹെഡ് പീസ് എന്നുള്ള വാക്ക് ഓർത്തു വെക്കണം, എഴുതി പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്ക് നിങ്ങൾ, a man is playing drum അല്ലേ. യെസ്, ഡ്രം ഒക്കെ ഇവിടെ ആള് ചെണ്ട കൊട്ടുന്നുണ്ട്. a man is playing drum on the right side. ദേ നമ്മള് ഇവിടെ ഒരാൾ ഡ്രം കൊട്ടുന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ, വലത് ഭാഗത്തേക്ക് വരുമ്പോ നോക്ക്, the right a vendor sells snacks. ദേ ഒരു കച്ചവടക്കാരൻ സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. അയാൾ കുപ്പിയിൽ നല്ല യമ്മിയായിട്ടുള്ള ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സ്നാക്സ് കാണുന്നുണ്ട് ഇവിടെ നമ്മൾ. അപ്പോൾ വലത് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദേ ഒരു കച്ചവടക്കാരൻ എന്തുണ്ട്? സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. ഇനി അടുത്ത് നോക്ക്, a large Ferris wheel is in the background. അയ്യോ, നമുക്ക് നമ്മുടെ ജെയിൻ വീൽ ഇല്ലാത്ത എവിടെയാണ്? ജെയിൻ വീൽ ഇല്ലാത്ത ഉത്സവ പറമ്പോ? നടക്കൂല അല്ലേ. ജെയിൻ വീൽ ഇല്ലാതെ നമുക്കൊരു ഉത്സവ പറമ്പില്ല. അപ്പൊ ഇവിടെ നോക്ക്, a large Ferris wheel എവിടെ നമുക്ക് കാണുന്നുണ്ട്? ബാക്ക്ഗ്രൗണ്ടിൽ we can see, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. a large Ferris wheel is in the background. ബാക്ക്ഗ്രൗണ്ടിൽ large Ferris wheel അവിടെ ഉണ്ട്.
ഓക്കെ, ഇനി അടുത്തത് നോക്ക് നിങ്ങൾ. ഓവറോൾ എവ്രി വൺ സീസ് ഹാപ്പി. ഓവറോൾ എവ്രി വൺ സീസ് ഹാപ്പി. അപ്പൊ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഓവറോൾ പറയുന്നത് നമ്മൾ മൊത്തം നോക്കുമ്പോൾ എവ്രി വൺ പറഞ്ഞാൽ എന്താ, എല്ലാവരും. സീസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും സന്തോഷമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഉത്സവ പറമ്പിൽ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നോക്ക് നമ്മൾ എത്ര പോയിന്റ്സ് ഇവിടെ എഴുതി. 1 2 3 4 5. ഈ 5 തന്നെ നമ്മൾ ചില പോയിന്റ്സിൽ എന്തുണ്ട്, 2 സെന്റൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ നമ്മൾ. അപ്പൊ നമുക്ക് എന്താണ് 6 7 to 8 നമ്മൾ പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ട ചോദ്യമാണ്. അപ്പൊ ഇത് പഠിക്കാതെ പോവാൻ പാടില്ല. എല്ലാവരും എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിട്ട് ഇത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഇതേപോലുള്ള പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യടാ, നമുക്ക് പഠിക്കാം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ.